പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളും അതിരൂക്ഷമായ വിമർശനമാണ് പിണറായി വിജയനെതിരെയും ഒപ്പം എം വി ഗോവിന്ദനെതിരെയും ഉന്നയിക്കുന്നത്. ഇന്നലെ ആലപ്പുഴയിലായിരുന്നു കഥ. പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും അതിരൂക്ഷമായി വിമർശിച്ച് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുതെന്നും എം വി ഗോവിന്ദൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരം പോലും പുലർത്തുന്നില്ലെന്നും രൂക്ഷമായ വിമർശനമുയർന്നു. ജി സുധാകരന് അമ്പലപ്പുഴയിൽ സീറ്റ് നൽകണമായിരുന്നുവെന്നും ചിലർ ചൂണ്ടിക്കാട്ടി. പിണറായി വിജയനെതിരായ ജനവികാരം കണ്ടില്ലെന്ന് നടിച്ച് പാർട്ടിക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന മുന്നറിയിപ്പാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പൊതുവിൽ ഉയർന്നത്. എല്ലാ ഇളവുകളും നൽകി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് ഏതു മാനദണ്ഡപ്രകാരമാണെന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചോദ്യമുയർന്നു. പിണറായി പ്രതിപക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുത്. സംസ്ഥാന സെക്രട്ടറിയുടെ പ്രവർത്തന രീതിയിൽ അടിമുടി തിരുത്തൽ വേണം. ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരം പോലും പുലർത്താതെയാണ് സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണം തുടങ്ങിയ അഭിപ്രായങ്ങളാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നത്. ജി സുധാകരനെ അമ്പലപ്പുഴയിൽ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ജില്ലയിൽ ഇത്ര വലിയ പരാജയം ഉണ്ടാകുമായിരുന്നില്ലെന്നും കായംകുളത്ത് തവണ വ്യവസ്ഥ മറികടന്ന് പ്രതിഭയെ മത്സരിപ്പിച്ചത് എന്തിനെന്നും ഇവിടെ CS സുജാതയും അരൂരിൽ തോമസ് ഐസക്കും ആലപ്പുഴയിൽ നാസറും മത്സരിക്കേണ്ടതായിരുന്നുവെന്നും ചിലർ ചൂണ്ടിക്കാട്ടി. ജി സുധാകരന്റെ തണലിൽ അനർഹമായി വളർന്നവർ തന്നെയാണ് സുധാകരനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്നും അഭിപ്രായമുയർന്നു. ജില്ലാ സെക്രട്ടറി R നാസറിനെതിരെയും U പ്രതിഭയ്ക്കെതിരെയും ചിലർ വിമർശനം ഉന്നയിച്ചു. കുട്ടനാട് സീറ്റ് പാർട്ടി ഏറ്റെടുക്കാതിരുന്നതിനെയും പാർട്ടിയുടെ കഴിവുകേടെന്ന തരത്തിലാണ് ചിലർ ചൂണ്ടിക്കാട്ടിയത്. ജനം, ആലപ്പുഴ.